സി ജോർജിനെ കൈവിടാതെ കേരള കത്തോലിക്ക സഭ കഴിഞ്ഞ ദിവസം പാലാ രൂപതയ്ക്കുള്ളിൽ വിളിച്ചു ചേർത്ത ലഹരി വിരുദ്ധ സമ്മേളനത്തിൽ സി ജോർജ് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആ കാര്യങ്ങളെ വളച്ചൊടിച്ച് സി ജോർജ് മതസ്പർദ്ധ വളർത്തുന്നു എന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും പിന്നാലെ പരാതികളുമാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഉയർന്നത്. മാധ്യമ വാർത്തകൾ വരെ സി ജോർജിനെ തുറങ്കലിലടയ്ക്കണമെന്നും സി ജോർജിന് ഒരു കേസിൽ നൽകിയിരിക്കുന്ന ജാമ്യം റദ്ദാക്കണമെന്നും സി ജോർജിനെ വീണ്ടും തുറങ്കലിലടയ്ക്കണമെന്നുമാണ് പലരും ആവശ്യപ്പെടുന്നത്. മാധ്യമ ചർച്ചകൾ പോലും അതുവഴിയാണ്, ആ രീതിക്കാണ് നടക്കുന്നത്. ഇതിനിടയിലാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു പരാമർശം, ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. KCBCയുടെ മദ്യവിരുദ്ധ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കുരുവിളയുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു. അത് സ്വാഭാവികമായും KCBCയുടെ പ്രതികരണമായിട്ട് വേണം നമുക്ക് കണക്കാക്കാൻ. ആ പ്രതികരണം മതസ്പർദ്ധ വളർത്തുന്ന ഒരു തരത്തിലുള്ള പരാമർശവും സി ജോർജിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കേരളത്തിൽ ഒരു വർഷം 24,000 കോടി രൂപയുടെ ലഹരി മരുന്നുകൾ വിൽപ്പന നടത്തുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഇടപാട് നടക്കുന്നു എന്നൊക്കെയുള്ള വലിയ ആക്ഷേപങ്ങളുള്ളപ്പോൾ അതിൻ്റെ രൂക്ഷതയും അതിൻ്റെ കാഠിന്യത്തെയും വില കുറച്ച് കാണിക്കാനും അതിൽ നിന്ന് മാധ്യമ ശ്രദ്ധയും അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുമുള്ള തന്ത്രത്തിൻ്റെ ഭാഗമാണോ പുതിയ ആരോപണങ്ങളെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് KCBC ഇപ്പോൾ പറയുന്നത്. പാലാ ബിഷപ്പിൻ്റെ നേതൃത്വത്തിൽ പാലാ അതിരൂപതയിലെ സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരും പ്രധാന അധ്യാപകരും MLAമാരും MP മാരും പങ്കെടുത്ത കേവലം 400ഓളം പേർ മാത്രം പങ്കെടുത്ത ഒരു സദസ്സായിരുന്നു ആ വേദി. അവിടെയാണ് ഈ ലഹരി കേരളത്തെ കാർന്നു നിന്നുന്ന കേരളത്തിൻ്റെ യുവ സമൂഹത്തെ, കേരളത്തിലെ സ്കൂൾ കുട്ടികളെ, കേരളത്തിലെ കോളേജ് കുട്ടികളെ കാർന്നു തിന്നുന്ന കേരളത്തിൻ്റെ യുവത്വത്തെ നശിപ്പിക്കുന്ന ആ ലഹരിക്കെതിരെയുള്ള വലിയൊരു പ്രതിഷേധം അവിടെ ഉയർന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ചില പച്ചയായ യാഥാർത്ഥ്യങ്ങൾ സി ജോർജ് വിളിച്ചു പറഞ്ഞു. അതിൽ തെറ്റായ ഒന്നും തന്നെ ഇല്ല എന്ന് KCBC ഇപ്പോൾ സമ്മതിക്കുകയാണ്. അതിനർത്ഥം സി ജോർജ് എന്താണോ പറഞ്ഞത് അത് യാഥാർത്ഥ്യമാണെന്ന് കേരളത്തിലെ കത്തോലിക്ക ബിഷപ്പ് കൗൺസിൽ വ്യക്തമായി തന്നെ പറയുകയാണ്. കേരളത്തിലെ ക്രൈസ്തവർ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം സി ജോർജ് വ്യക്തമായി പറഞ്ഞത്. സി ജോർജ് പറഞ്ഞ കാര്യം കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ വാർത്തയായി നൽകിയതാണ്. അതിൽ പറയുന്നത് പ്രധാനമായും 3 കാര്യങ്ങളാണ്. ഒന്ന്, കേരളത്തിലെ ഒരു പ്രത്യേക സ്ഥലത്ത്, അല്ലെങ്കിൽ ഈരാറ്റുപേട്ടയ്ക്ക് സമീപമുള്ള നടക്കാവിൽ കേരളം തന്നെ കത്തിക്കാനുള്ള, കേരളത്തെ തന്നെ തകർക്കാനുള്ള സ്ഫോടക വസ്തു ശേഖരം പിടികൂടി. ആ പിടികൂടിയ സ്ഫോടക വസ്തു ശേഖരത്തിന് പിന്നിൽ ആരെന്നുള്ളത് തനിക്കറിയാമെന്ന് സി ജോർജ് പറയുന്നു. ഇത് തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. എന്തുകൊണ്ട് കേരള പോലീസ് ഇത് മുൻകൂട്ടി കാണുന്നില്ല? ഇതാണ് സി ജോർജ് പറയുന്ന ഒന്നാമത്തെ കാര്യം. ഈരാറ്റുപേട്ടയെക്കുറിച്ച് സി ജോർജ് എന്തെങ്കിലും പറഞ്ഞാൽ അത് വിവാദമാകും. ഈരാറ്റുപേട്ടക്കാർ സി ജോർജിനെ ആ പ്രദേശത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോലും സമ്മതിക്കില്ല. ആ പറഞ്ഞ സി ജോർജ് രണ്ടാമതൊരു കാര്യം പറയുന്നു. മീനച്ചൽ താലൂക്കിൽ മാത്രം 400ഓളം പെൺകുട്ടികളെ ലവ് ജിഹാദിൽ കുടുക്കി മതം മാറ്റി. അതിൽ 41 പേർ തിരികെ വന്നു, ബാക്കിയുള്ളവരെ സമുദായത്തിന് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് കരുതിയിരിക്കുക ക്രൈസ്തവരെ, നിങ്ങൾക്കിടയിൽ ലവ് ജിഹാദ് വളരെ വലിയ വിപത്തായി വരുന്നു എന്ന് സി ജോർജ് പറയുന്നു. മൂന്നാമത്തെ കാര്യം സി ജോർജ് പറഞ്ഞ എന്താണ്? എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾ പിഴച്ചു പോവാത്തതും മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾ ഇങ്ങനെ വേലി ചാടി പോവാത്തതും? അതിന് കാരണമുണ്ട്. 18 വയസ്സ് തികയുന്നതിന് മുൻപോ അല്ലെങ്കിൽ 18 വയസ്സ് തികയുമ്പോഴോ മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികളെ വിവാഹം കഴിച്ചയക്കാൻ ആ വീട്ടുകാർ താല്പര്യം കാണിക്കുന്നു. അവർ അതിന് ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. എന്നാൽ ക്രിസ്ത്യൻ സമുദായത്തിലോ 25ഉം 28ഉം 29ഉം വയസ്സായ പെൺകുട്ടികൾ ഇപ്പോഴും പുരനിറഞ്ഞു നിൽക്കുകയാണ്. അവരെ ജോലിക്ക് വിട്ട് അതിൽ നിന്നുള്ള ആദായം നേടണമെന്നുള്ള ചിന്തകൾ ചില ആളുകൾക്കുണ്ട്. അതുകൊണ്ട് അവരെ വിവാഹം കഴിപ്പിച്ചയക്കുന്നില്ല. അതുകൊണ്ട് ഈ സമുദായത്തിലെ പെൺകുട്ടികൾക്ക് നേരാമണ്ണം കുടുംബജീവിതം നയിക്കണമെങ്കിൽ 22-23 വയസ്സാകുമ്പോൾ അവരെ കെട്ടിച്ചയക്കണം. ഇതാണ് സി ജോർജ് പറഞ്ഞത്. ഇതിൽ എന്ത് അപരാധമാണുള്ളത് എന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യണം. ഇതിലെവിടെയാണ് മതസ്പർദ്ധയുള്ളത്? മീനച്ചൽ താലൂക്കിൽ 400ഓളം പെൺകുട്ടികളെ പ്രണയം നടിച്ച് വിവാഹം കഴിച്ച് മതം മാറ്റി എന്ന് അദ്ദേഹം പറയുന്നതിന് അർത്ഥമില്ലെങ്കിൽ, അല്ലെങ്കിൽ തെളിവില്ലെങ്കിൽ അത് കണ്ടെത്തി അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണം. പക്ഷേ അദ്ദേഹം തന്നെ പറയുന്നു
അതിൽ 41 പേർ തിരിച്ചു വന്നിട്ടുണ്ട്. ഞാൻ തെളിവ് തരാം. എവിടെയാണ് മതസ്പർദ്ധ? അങ്ങനെ ഒരു പ്രത്യേക സമുദായത്തിലെ പെൺകുട്ടികളെ പ്രണയക്കുരുക്കിൽപ്പെടുത്തി അവരെ വിവാഹം കഴിച്ച് മതം മാറ്റിയെങ്കിൽ അത് യാഥാർത്ഥ്യമല്ലേ, തെറ്റല്ലേ? അത് ബോധപൂർവമായൊരു നടപടിയല്ലേ? ഇതാണ് ചിന്തിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഈ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ ആ സമുദായത്തിനൊരു ഉപദേശമാണ് PC ജോർജ് നൽകുന്നത്. നിങ്ങളുടെ സ്വസമുദായത്തിന് ആ സമുദായത്തിലെ പെൺകുട്ടികളെ സംരക്ഷിക്കണമെങ്കിൽ അവർക്ക് ഒരു കല്യാണപ്രായം നിശ്ചയിക്കണം. ആ പ്രായത്തിൽ അവരെ വിവാഹം കഴിച്ചയക്കണം. അത് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇതുകൂടാതെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. എവിടെയാണോ വീടുകളിൽ സന്ധ്യാപ്രാർത്ഥന നഷ്ടപ്പെട്ടത്, നിങ്ങൾ സ്കൂളുകളിലല്ല ഈ കാര്യങ്ങൾ പറയേണ്ടത്. സ്കൂളുകളിൽ പറഞ്ഞാൽ അത് എത്രത്തോളം ആ കുട്ടികളുടെ മനസ്സിലേക്ക് കയറുമെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. ഇത്തരത്തിൽ ഉപദേശിക്കാനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ബോധവൽക്കരണത്തിനോ അല്ല സ്കൂളുകളിലെ ടീച്ചർമാരുടെ പണി. പക്ഷേ ഈ ബോധവൽക്കരണം വേണ്ടത് വീടുകളിലാണെന്ന് PC ജോർജ് പറയുന്നു. എവിടെയാണോ വീടുകളിൽ സന്ധ്യാപ്രാർത്ഥന നഷ്ടപ്പെട്ടത്, അവിടെയാണ് ഇത്തരത്തിലുള്ള കുടില ശക്തികൾ കടന്നു കയറിയത്. എപ്പോഴാണോ വീടുകളിൽ സന്ധ്യാപ്രാർത്ഥന ഇല്ലാതായത്, അന്നു മുതൽ നമ്മുടെ സമുദായവും സമൂഹവും നശിച്ചു തുടങ്ങിയിരിക്കുന്നു. PC ജോർജ് പറഞ്ഞതിൽ തെറ്റുണ്ടോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സന്ധ്യാപ്രാർത്ഥന എല്ലാ വീടുകളിലും വേണം. സന്ധ്യാപ്രാർത്ഥനയിൽ അച്ഛനും അമ്മയും മക്കളും ഒന്നിച്ചിരിക്കണം. ആ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ ശേഷം അച്ഛനും അമ്മയും മക്കളും ഒന്നിച്ച് സംസാരിക്കണം. സ്കൂളുകളിൽ, കോളേജുകളിൽ ഒരു ദിവസമുണ്ടായ മുഴുവൻ കാര്യങ്ങളും മക്കൾ അച്ഛനും അമ്മയോടും സംസാരിക്കണം. അതിൽ തെറ്റുണ്ടാവാം, കുറ്റമുണ്ടാകാം. അവരെ ശകാരിക്കാതെ അവരെ ചേർത്ത് പിടിച്ച് അതിലെ നന്മകൾ അവരോട് ഉപദേശിക്കുകയാണ് ഈ അച്ഛനമ്മമാർ ചെയ്യേണ്ടതെന്ന് PC ജോർജ് പറയുന്നു. ഈ PC ജോർജ് പറഞ്ഞതിൽ എവിടെയാണ് മതസ്പർദ്ധയുള്ളത്? PC ജോർജ് പറഞ്ഞതിൽ എവിടെയാണ് രണ്ട് മതങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള വാക്കുകളുള്ളത്? ഏതെങ്കിലും മതത്തിൻ്റെ അന്തസത്തയെ ഹനിച്ചുകൊണ്ടുള്ള ഏത് വാക്കുകളാണ് PC ജോർജ് പറഞ്ഞത്? ഒരു മതം അല്ലെങ്കിൽ ഒരു സമുദായം ചില തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടേണ്ടത് ഏതൊരു പൗരൻ്റെയും കടമയാണ് എന്ന് കരുതുകയാണ് അദ്ദേഹം. ഒരു പൊതുപ്രവർത്തകനാണ്. ഇപ്പോൾ ഇതാ കേരളത്തിൻ്റെ കത്തോലിക്ക സമുദായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രേണി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശൃംഖല തന്നെ പറഞ്ഞിരിക്കുന്നു, PC ജോർജ് പറഞ്ഞതിൽ മതസ്പർദ്ധയില്ല. KCBC തന്നെ ഔദ്യോഗിക പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നു. KCBCയുടെ മദ്യവിരുദ്ധ സമിതി പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നു. PC ജോർജ് പറഞ്ഞത് പരമയാഥാർത്ഥ്യമാണ്. ഇന്ന് കേരളത്തിലെ ക്രൈസ്തവ സമുദായം നേരിടുന്ന പ്രതിസന്ധിയെ പച്ചയ്ക്ക് തുറന്നു പറഞ്ഞതാണ് PC ജോർജ് ചെയ്ത തെറ്റ്. PC ജോർജിനെതിരെ വലിയ ഗൂഢാലോചന നടക്കുന്നു. PC ജോർജിനെ വീണ്ടും ഇരുമ്പഴിക്കുള്ളിൽ ഒതുക്കാനായിട്ടുള്ള വലിയ പരിശ്രമങ്ങൾ നടക്കുന്നു. അതിനെതിരെ കേരളത്തിലെ കത്തോലിക്ക സമുദായം ഒന്നിച്ചു നിൽക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ KCBCയുടെ ഈ പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത്. എന്തായാലും PC ജോർജിനെ ഒരിക്കൽ കൂടി പിണറായി സർക്കാരിൻ്റെ പോലീസിന് വിട്ടുകൊടുക്കാൻ കേരളത്തിലെ കത്തോലിക്ക സമുദായം തയ്യാറല്ല എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാവുകയാണ്.